ZEPHYR, the dream team in entrance coaching. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജി അജിത് കുമാർ, സെഫയറിലെ കെമിസ്ട്രി അധ്യാപകനാണ്. നമ്മളോടൊപ്പം ഇന്ന് പ്രൊഫസർ ടി എൻ മനോഹരൻ സാറാണുള്ളത്. കെമിസ്ട്രിയിലെ സീനിയർ മോസ്റ്റ് ഫാക്കൽറ്റിയാണ് സെഫയറിൽ. ഞങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് വരാൻ പോകുന്ന എക്സാംസ് ജനുവരി 24 മുതൽ ആരംഭിക്കുകയാണ്. അതിൽ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മുടെ കുട്ടികൾ ഫോക്കസ് ചെയ്യേണ്ടത്, അത് മുൻകാലങ്ങളിൽ നിന്നുള്ള എക്സാംസ് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നത്, ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷനാണ് ഇന്ന് നടത്താൻ പോകുന്നത്. സർ, ഈ വർഷത്തെ ജിയുടെ ഫസ്റ്റ് ഫേസ് എക്സാം ജനുവരി 24 ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ കുട്ടികൾ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അതെ, തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനത്തിൽ നടത്തിയ യൂണിറ്റ് ടെസ്റ്റുകളും അതുപോലെ റിവിഷൻ ടെസ്റ്റുകളുടെയും ഒക്കെ മാർക്ക് നോക്കുമ്പോഴും അതോടെ അവർ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ നോക്കുമ്പോൾ അവർ നന്നായിട്ട് പെർഫോം ചെയ്യും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കെമിസ്ട്രിക്ക് തന്നെയാണ് നല്ല മാർക്ക്, ഏറ്റവും നന്നായിട്ട് പലരും 25 ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്യുന്നത് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സാർ, നമ്മുടെ കെമിസ്ട്രിയിൽ ഇപ്പം മെയിനായിട്ട് 3 ബ്രാഞ്ചുകൾ: ഫിസിക്കൽ, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക്. അപ്പോൾ അത് ഏത് രീതിയിലാണ് നമ്മൾ ഓർഗാനിക് ഈ കുട്ടികൾ ഇനി ലാസ്റ്റ് സെഷനിൽ പഠിച്ചു വരേണ്ടത്? ഓർഗാനിക്കിലെ പ്രധാനപ്പെട്ട റിയാക്ഷനുകളാണ് നിങ്ങൾക്ക് തന്ന പ്രിൻ്റ് ഔട്ടുകളിലുള്ളത്. ആ പ്രിൻ്റ് ഔട്ട് 5 പേജേ ഉള്ളൂ. ആ 5 പേജിലുള്ള റിയാക്ഷനുകൾ കംപ്ലീറ്റ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓർഗാനിക് കെമിസ്ട്രി നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയുമെന്നുള്ളത് 100% ഉറപ്പാണ്. നല്ല രീതിയിൽ ആ മെക്കാനിസം നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ സാർ? മെക്കാനിസത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ബയോളജിയുടെ പോർഷൻസ് മീൻസ് നമ്മുടെ എൻവയോൺമെൻ്റൽ കെമിസ്ട്രി, അവരുടെ ലൈഫ്, പോളിമേഴ്സ്, ബയോമോളിക്യൂൾസ്, ഈ പാർട്ടുകളൊക്കെ ഉറപ്പായിട്ടും ജിയുടെ ക്വസ്റ്റ്യൻസിൽ എല്ലാ വർഷവും കാണാറുള്ളതാണ്. കൃത്യമായിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. 2022 ക്വസ്റ്റിനകത്ത് ദ സ്ട്രക്ചർ ഓഫ് കൊഡൈൻ എന്ന ഡ്രഗ്, അതെ സ്ട്രക്ചർ തന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് NCERT ടെക്സ്റ്റ് നിർബന്ധമായും ഇനോർഗാനിക് കെമിസ്ട്രി വായിച്ചേ മതിയാവും. കോർഡിനേഷൻ കെമിസ്ട്രി ആയാലും ഡി ആൻഡ് എഫ് ബ്ലോക്ക് ഒക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ഡി ആൻഡ് എഫ് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നാണ് കാണാറ്. ചിലപ്പോൾ വളച്ചൊടിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കും, ഇന്റർലിങ്ക് ചെയ്തുകൊണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ലാന്തനോയിഡ് കനോട്ട് പ്രൊഡ്യൂസ് എ കോമ്പൗണ്ട് ഓഫ് ദ ടൈപ്പ് MO2? എന്തോ MO2, എമ്മിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അവിടെ +4 ആണ്. +4 കാണിക്കാൻ കഴിയാത്ത ലാന്തനോയിഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പല ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പല ചാപ്റ്ററുകളെ ബേസ് ചെയ്ത് ചോദിക്കാം. അത് ഏറ്റവും കൂടുതൽ ഫിസിക്കൽ കെമിസ്ട്രിയിലാണ്. ഇപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിലാണെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഫ്രീ എനർജി ചേഞ്ചും ഇലക്ട്രിക്കൽ വർക്ക് ഡണ്ണുമായി ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ കെമിക്കൽ കൈനറ്റിക്സും അതിലെ എൻതാൽപ്പി ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ തെർമോഡൈനാമിക്സിന്റെ ആപ്ലിക്കേഷൻ പല സ്ഥലത്തും ഉണ്ടാകും. ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടതിന് ശേഷം അതിൽ നിന്നും ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് എ വീക്ക് ആസിഡ് കാണാൻ വേണ്ടി നമ്മൾ ഓസ്റ്റ് വാഷ് ഡയലൂഷനിലോ ഇക്വിലിബ്രിയത്തിൽ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടുള്ള നിരവധി ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും. പക്ഷേ അത് നമ്മളിവിടെ കൊടുക്കുന്ന സിയോട്സിനായിരുന്നാലും യൂണിറ്റ് ടെസ്റ്റിനായിരുന്നാലും ഇവരുടെ മോഡൽ ഇവർക്ക് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ജിയുടെ അഡ്വാൻസ് ലെവലിലുള്ള എക്സാംസ് ചെയ്ത് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആൾറെഡി കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഉറപ്പായിട്ട് ഈ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കെല്ലാം ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വിജയം ഉറപ്പായിരിക്കും. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ എക്സാം പ്രാക്ടീസാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഒത്തിരി മോഡൽ എക്സാംസ്, ജിയുടെ മോഡൽ എക്സാംസ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. എല്ലാ എക്സാംസും കൃത്യമായിട്ട് എഴുതുക. അതിൽ ഏതെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുക. ഉറപ്പായിട്ടും ടീച്ചേഴ്സ് ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഏതൊരു സംശയവും ക്ലിയർ ചെയ്ത് തരാൻ ടീച്ചേഴ്സ് പൂർണ്ണമായിട്ടും അവിടെ തന്നെയുണ്ട്. രാത്രി 10 മണി വരെ എല്ലാ ടീച്ചേഴ്സും അവിടെ തന്നെ കാണും. അപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക. പിന്നെ പറയാനുള്ളത് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഫസ്റ്റ് ഫേസ് മെയിൻ എക്സാം എന്ന് പറയുന്നത് നല്ലൊരു പെർസെൻറ്റൈൽ സ്കോർ ഉണ്ടാക്കിയെടുക്കാനുള്ള ചാൻസാണ്. സെക്കൻഡ് ഫേസിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മൾ അഡ്വാൻസ്ഡിൻ്റെ ലെവൽ
എക്സാംസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആ ഒരു അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷനും കൂടെ കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് എത്തുമ്പോൾ സെക്കൻഡ് ഫേസിൽ ഒരു എക്സലൻറ്റ് സ്കോർ ഉണ്ടാക്കാനുള്ള ഒരു ലക്ഷ്യമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ZEPHYR, the dream team in entrance coaching.